കഴിഞ്ഞ ദിവസം രാത്രി മീനാങ്കൽ, പന്നിക്കുഴി, ഒറ്റക്കുഴി തുടങ്ങിയ ജനവാസ മേഖലകൾ ഭീതി പരത്തിയ കാട്ടാനയുടെ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും നാട്ടുകാർക്കും ഉറപ്പു നൽകി. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നിടങ്ങളിൽ കമ്പിവേലികളും കിടങ്ങുകളും സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കും. കടുത്ത വേനൽ ആരംഭിച്ചതിനാൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വനത്തിനുള്ളിലെ കുളങ്ങൾ നവീകരിക്കുകയും പുതിയ കുളങ്ങളും നദികളിൽ തടയണകളും നിർമ്മിക്കും. ജനവാസ മേഖലകളുമായി ചേർന്ന പ്രദേശങ്ങളിൽ RRT സംഘത്തെ പ്രത്യേകമായി നിയോഗിക്കുകയും ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നിലവിൽ രൂപീകരിച്ച 15 PRT അംഗങ്ങളുടെ സേവനം കാട്ടാന ഭീതിയുള്ള പ്രദേശങ്ങൾ ലഭ്യമാക്കുമെന്നും സാധ്യമായ എല്ലാ സുരക്ഷാ നടപടികളും വനംവകുപ്പ് സ്വീകരിക്കുമെന്നും പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസറും RRT സംഘത്തിന്റെ തലവനുമായിട്ടുള്ള ശ്രീജു S സംഭവ സ്ഥലം സന്ദർശിച്ച മീനാങ്കൽ കുമാർ, പേപ്പാറ വാർഡ് മെമ്പർ വിനോദ്, തേവിയാരുകുന്ന് വാർഡ് മെമ്പർ കരിപ്പാലം സുരേഷ് എന്നിവർക്ക് ഉറപ്പു നൽകി. നമ്മുടെ ഈ ഭാഗത്ത് വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇത്രത്തോളം ഇങ്ങോട്ട് ആന ഇറങ്ങുന്നത് ആദ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ചൂട് വർദ്ധിച്ചത് ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് മുൻപിനാലെ ഒരു ഫെൻസിങ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ഭാഗം ഞങ്ങൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം ഇപ്പോൾ ഈ ഒരാഴ്ചക്കകത്ത് തന്നെ അത് റിപ്പയർ ചെയ്യാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ കാട്ടിനകത്ത് ഈ ഒരാഴ്ച കൊണ്ട് ജലലഭ്യത കുറഞ്ഞിട്ടുണ്ട്. ചൂട് വളരെ രീതിയിൽ ഉയർന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടെ ആയിട്ടാണ് മൃഗങ്ങൾ കുറച്ച് താഴോട്ട് വരാനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ അതിന് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ കുളങ്ങൾ നവീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞു, ബാക്കി നടന്നു വരുന്നു. അതുപോലെ തന്നെ ഈ തോടുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് കാട്ടിനകത്ത് ബ്രഷ്വുഡ് ചെക്ക് ഡാമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുളങ്ങളുടെ നവീകരണമുണ്ട്. പുതുതായിട്ട് നമ്മൾ 1-2 കുളങ്ങൾ എടുക്കുന്നുണ്ട്. ഇനി ഇത് ഫെൻസിങ്ങോ ഈ ട്രെഞ്ചോ കവർ ചെയ്യേണ്ട ഭാഗങ്ങളിൽ അത് ചെയ്യാനുള്ള അടങ്കലുകളും മറ്റുമൊക്കെ തയ്യാറാക്കി പ്രപ്പോസലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാമ്പത്തിക വർഷം കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഉള്ള ഈ ഒരു ആനയുടെ ഒരു ഭീഷണി നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഈ നമ്മൾ ട്രെഞ്ച് ഉൾപ്പെടെയുള്ള അത്തരം സംവിധാനങ്ങൾ ഇവിടെ പര്യാപ്തമാണോ ഈ സ്ഥലത്തേക്ക്? ട്രെഞ്ച് എല്ലാ സ്ഥലത്തും സാധ്യമല്ല. കുറച്ച് ചതുപ്പ് പോലെയുള്ള സ്ഥലങ്ങളും പാറയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് ട്രെഞ്ച് പറ്റത്തില്ല. അപ്പോൾ അവിടെ അനുയോജ്യമായ രീതിയിൽ സോളാർ ഫെൻസിങ് എടുത്ത് പൂർത്തിയാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ആന ഇപ്പോൾ വന്ന സ്ഥിതിക്ക് വീണ്ടും വളരെ വേഗത്തിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഈ നിർമ്മാണ ജോലികളൊക്കെ വേഗത്തിൽ ഈ നിലവിലുള്ള ഫെൻസിങ് ചില സ്ഥലങ്ങളിലൊക്കെ കേടുപാട് വന്നത് ഈ അടുത്ത തിങ്കളാഴ്ച 2 ദിവസത്തിനകത്ത് തന്നെ നമ്മളത് റിപ്പയർ ചെയ്യും. നാളെ മുതൽ തന്നെ അതിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അവർ ഇന്ന് തന്നെ അതിൻ്റെ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അതെല്ലാം ഒരാഴ്ചക്കകത്ത് റെഡിയാക്കും. അത് മാത്രമല്ല നമ്മുടെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന് ഞങ്ങൾ ഈ ഒരു വിഷയം എമർജൻസി പരിഗണിച്ച് ഈ ഭാഗത്തോട്ട് അവരുടെ സേവനം വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് എത്തി ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈമറി റെസ്പോൺസ് ടീം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു 15ഓളം ആൾക്കാർ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ അവരുടെ സേവനവും ഇതിനോടൊപ്പം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സ്റ്റാഫും വാച്ചർമാരും എല്ലാവരും അലർട്ടാണ്. കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം ഈ മൃഗങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നതിന് കാരണമാകുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് ഈ ഒരു വിഷയം. അതിന് മുന്നത്തെ ആഴ്ച നമുക്ക് മഴ കിട്ടിയതുകൊണ്ട് ജലലഭ്യത ഉണ്ടായിരുന്നു, കാട്ടിൽ പച്ചപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ ഒരാഴ്ച കൊണ്ട് ചൂട് കൂടിയതിന് ശേഷമാണ് ഇത്രത്തോളം ഒരു വിഷയം ഉണ്ടായത്. ഇന്നലെ വരെ ഉണ്ടാകാത്ത ഒരു സംഭവമാണ് ഈ പ്രദേശത്ത് ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നത്. പൊതുവിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ വന്യജീവികളുടെയും കാട്ടാനയുടെയും എല്ലാം അതിക്രമം ഉണ്ടാകുകയും വലിയ തോതിലുള്ള കൃഷിനാശവും ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന നിലയിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ജനവാസ മേഖലയിലേക്ക് കൂടുതൽ, പ്രത്യേകിച്ച് മീനാങ്കൽ ജംഗ്ഷൻ വരെ വരുന്ന പ്രദേശത്തേക്ക് തൊട്ടടുത്തേക്ക് ആന ഇറങ്ങുന്ന നിലയിലേക്കാണ് ഇന്നലെ സംഭവം ഉണ്ടായത്. ജനങ്ങളും അതുപോലെ തന്നെ വനംവകുപ്പും ഇടപെട്ടുകൊണ്ട് ആനയെ തുരത്തിയത് കൊണ്ട് ഇന്നലെ മറ്റ് സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ച് സാധ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ജനങ്ങളുടെ എല്ലാവിധ